ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഡെമോ രേവതി കൊണ്ട് വെക്കുമ്പോൾ കൂടെ സച്ചിയും പോകുന്നുണ്ട്. ഇത് കണ്ട് രേവതി പറയുന്നത്, സച്ചിയേട്ടൻ ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ വരണമെന്നില്ലാട്ടോ എന്ന്. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ രേവതി, ഞാൻ വന്നാൽ ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്ന്. അതിന് രേവതി പറയുന്നത്, ആളുകൾ വിചാരിക്കും സച്ചിക്ക് ഭാര്യയെ പേടിയാ, അതാ എപ്പോഴും കൂടെ പോകുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ സച്ചിയൊന്നും മിണ്ടുന്നില്ല. അതേസമയം ഭാമ ചന്ദ്രമതിയോട് ശ്രുതിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ തുടങ്ങി. ശ്രുതി മലേഷ്യക്ക് പോകുമ്പോൾ സുധിയെയും കൊണ്ടുപോയാൽ നീ എന്തു ചെയ്യും ചന്ദ്രേ? ശ്രുതി വിളിച്ചാൽ മൂടും തട്ടി എൻ്റെ പുന്നാരേ എന്ന് വിളിച്ച് സുധി പോയാൽ എന്തു ചെയ്യും നീ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പെട്ടുപോയി. നേരെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് രേവതി, നോക്കിക്കോ, അമ്മ ഇപ്പൊ പഴയ പോലെ ശ്രുതിയെ സ്നേഹിച്ചു തുടങ്ങും എന്ന്. അത് പറഞ്ഞു തീർന്നതും ചന്ദ്രമതി സുധിയോട് ശ്രുതിയെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയേ എന്ന് പറയുന്നു. അത് കേൾക്കേണ്ട താമസം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ സുധി ഫോൺ എടുത്ത് വിളിക്കുന്നു. ഫോൺ വന്നതും ശ്രുതിക്ക് സന്തോഷമായി. ഭാമ ആന്റിയുടെ പണി വർക്കൗട്ടായി എന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഇനി എന്താകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.